എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 20-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഡിസംബർ 15 മുതൽ വിതരണം ആരംഭിച്ചതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം എത്തിയിട്ടുണ്ട്. കയ്യിലും വിതരണം സജീവമായിട്ടുണ്ട്. 25-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ കയ്യിലും വിതരണം പൂർത്തീകരിക്കും. അതേസമയം കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 500, 200, 300 കുറവുള്ള ആളുകൾക്ക് അത് കഴിച്ചുള്ള 1500, 1800, 1700 എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള തുക കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ്. ആ തുക ലഭിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു തുകക്ക് വേണ്ടിയിട്ടുള്ള തുക കൂടി സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. 1045 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നത്. ഇതിൽ 26 കോടിയോളം രൂപ കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് മുൻകൂറായിട്ട് അനുവദിച്ച തുകയാണ്. ഇതിൽ ഇനി പറയാനുള്ളത്, പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ, മസ്റ്റും ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ പരമാവധി ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മസ്റ്ററിംഗ് ചെയ്യുക. എല്ലാ മാസവും 20-ാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുക. അപ്പൊ ഈ മാസത്തെ അവസരം നാളെ അവസാനിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വർധനവാണ്. പെൻഷൻ വർധനവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തിലേക്ക് കടക്കുന്നുള്ളൂ. അടുത്ത 2 മാസം കൂടി കഴിയുമ്പോൾ പെൻഷൻ വർധനവ് ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അതായത് നമ്മുടെ ഈ ഒരു സർക്കാർ ഭരണത്തിൽ കയറിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെൻഷനിൽ 900 രൂപയുടെ വർധനവ് വരുത്തിക്കൊണ്ട് 5 വർഷം കൊണ്ട് രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് 2500-ലേക്ക് എത്തിക്കും എന്ന്. അതിൽ ആദ്യത്തെ വർധനവ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ് ഉണ്ടായത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് തൊട്ടു മുമ്പുള്ള ഇടക്കാല ബജറ്റാണ് ഫെബ്രുവരിയിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു ബജറ്റിൽ തന്നെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിവരം. അതിൽ 500 രൂപയാണ് കൂട്ടുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു തുകയിലേക്ക് പെൻഷൻ തുക എത്തിച്ച് 2 മാസമെങ്കിലും വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് മെയ് മാസത്തിലെങ്കിലും ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇനി 5 മാസം കഴിഞ്ഞാൽ 6 മാസത്തോടു കൂടിയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പ് ഒരു പെൻഷൻ വർധനവും കൂടി ഉണ്ടാകും. നിലവിൽ നമുക്കറിയാം, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പാർട്ടികൾക്കെല്ലാം വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അത് മറികടക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ക്രിസ്മസ് പെൻഷൻ വിതരണം തുടങ്ങി എങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ എത്തിയില്ല. പ്രവാസി പെൻഷൻ വിതരണവും ആരംഭിച്ചിട്ടില്ല. പ്രവാസി പെൻഷൻ നവംബറിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരിക്കെ 1600 തന്നെ നിലനിൽക്കുകയാണ്. അവർക്ക് 2000 ഇതുവരെ ലഭിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനും ഉദ്യോഗാർത്ഥികൾക്കുള്ള 1000 രൂപ മാസം ലഭിക്കുന്ന സ്കോളർഷിപ്പും ഉടൻ നടപ്പിലാക്കും. ഇതിനു വേണ്ട നടപടികൾ സർക്കാർ തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനും തൊഴിൽ അന്വേഷകർക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്യാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനക്ഷേമ പദ്ധതികളിൽ ഊന്നിത്തന്നെ കളം പിടിക്കാനാണ് സർക്കാർ നീക്കം. സാമൂഹികക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ പ്രഖ്യാപിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇത് പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം ലഭിക്കും. മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാതെ 35 മുതൽ 60 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതി പ്രകാരം 1000 രൂപ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായിരിക്കണം അപേക്ഷിക്കുന്ന സ്ത്രീകൾ. നിലവിൽ അർഹരായിട്ടുള്ള നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്കിലേക്ക് ഉൾപ്പെടാൻ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറിയും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വനിതകൾക്കും അപേക്ഷിക്കാം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഈ പെൻഷൻ കിട്ടാനുള്ള അയോഗ്യതയല്ല. എന്നാൽ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ പോലുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധ സർക്കാർ പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് കുടുംബ പെൻഷനുകൾ, EPF പെൻഷൻ മുതലായവയിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. ഗുണഭോക്താവിന് 60 വയസ്സ് തികഞ്ഞാൽ പദ്ധതിയിൽ നിന്നും പുറത്താകും. സംസ്ഥാനത്തിൽ നിന്ന് താമസം മാറിയാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ, സർവകലാശാലകളിൽ, മറ്റു സ്വയംഭരണ ഗ്രാന്റിനേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ
നിയമനം ലഭിച്ചാലും പെൻഷൻ അർഹത ഇല്ലാതെയാകും. റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റിയാലും ലഭിക്കുന്ന ഈ 1000 രൂപ പിന്നീട് ലഭിക്കാതെയാകും. മാത്രമല്ല, ഗുണഭോക്താവ് 1 മാസത്തിലേറെ റിമാൻഡിലോ ജയിലിലോ ആവുകയാണ് എങ്കിലും പെൻഷൻ കിട്ടില്ല. ഗുണഭോക്താക്കൾ തങ്ങളുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിലെ അവസ്ഥയിൽ പുതിയ ഭരണസമിതി അധികാരം ഏൽക്കുന്നതിനാൽ 1 മാസത്തോളം നേരിട്ട് അപേക്ഷ സ്വീകരിക്കാൻ സാധ്യതയില്ല. പ്രായം തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖ സമർപ്പിക്കണം. ഇവയൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകാം. പരിശോധനയ്ക്ക് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടാൽ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് 1000 രൂപ പെൻഷൻ ലഭിക്കുക. പദ്ധതിക്ക് അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനം വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പെൻഷൻ ലഭിച്ചു തുടങ്ങിയാൽ ഗുണഭോക്താവ് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്തണം. നിലവിലെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പോലെ തന്നെയായിരിക്കും ഇതിന്റെ മസ്റ്ററിംഗ് നടക്കുക. അനർഹമായി ആനുകൂല്യം കൈപ്പറ്റി എന്ന് കണ്ടെത്തിയാൽ 18% പലിശ അടക്കം വാങ്ങിയ തുക തിരിച്ച് ഈടാക്കുന്നതാണ്. ഗുണഭോക്താവ് മരിച്ചാൽ അവകാശിക്ക് പെൻഷൻ ലഭിക്കില്ല. പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് കാണിച്ച സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഗുണഭോക്താവും സെക്രട്ടറിക്ക് കൈമാറണം. ഇത് മാത്രമല്ല, സമാനമായി പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിൽ അന്വേഷകർക്കുള്ള 1000 രൂപ പ്രൊജില പദ്ധതിയും ഉടൻ നടപ്പിലാക്കും. നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പദ്ധതി പ്രകാരം 1 വർഷത്തേക്ക് എല്ലാ മാസവും 1000 രൂപ വീതം ലഭിക്കുന്നതാണ്. എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. +2 VHSC ITI ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയുടെ പ്രായം 18 മുതൽ 30 വയസ്സിനും ഇടയിലായിരിക്കണം. സംസ്ഥാനത്ത് താമസക്കാരായ കുടുംബങ്ങളിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതേസമയം സംസ്ഥാനത്തിനുള്ള കടമെടുപ്പ് പരിധി കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചു എന്നും ഇതോടെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാകും എന്നും ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് SIR ആകെ വോട്ടർമാരുടെ 81% അപേക്ഷകൾ ഇനിയും തിരിച്ചു കിട്ടാനുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. എന്യൂമറേഷൻ ഫോമിന്റെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയായി എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അപേക്ഷ നൽകിയവരുടെ പേര് ഉൾപ്പെടുത്തി 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരിച്ച് കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23-ന് തന്നെ പ്രസിദ്ധീകരിക്കും. അന്നു മുതൽ 2 മാസം പരാതി ബോധിപ്പിക്കാൻ അവസരമുണ്ടാകും. 2.92 ലക്ഷം പേർ പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകിയിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രത്യേക അവസരമൊരുക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷകൾ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് സ്കൂൾ ചേരുന്നതിന് മുമ്പുള്ള പ്രീ പ്രൈമറി പഠനത്തിന് 3 വർഷത്തെ കോഴ്സ് ചിട്ടപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. പ്രീ പ്രൈമറി പഠനത്തിനും ഏകീകൃത മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളുകളുടെ നിയന്ത്രണത്തിനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് പുതിയ മാർഗനിർദ്ദേശം ആവിഷ്കരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും പ്രീ സ്കൂളുകളുടെ പ്രവർത്തനം. പൊതുവിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് പ്രീ സ്കൂളുകൾക്ക് പൊതുവായ ചട്ടക്കൂട് തയ്യാറാക്കും. പ്രീ സ്കൂളിലെ അധ്യാപകരുടെ യോഗ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനരീതി എന്നിവ പരിഷ്കരിക്കും. തോന്നിയതുപോലെ പ്രീ സ്കൂളുകൾ ആരംഭിക്കാം എന്ന നിലവിലെ സ്ഥിതി ഏകീകൃത ചട്ടക്കൂട് വരുന്നതോടെ മാറും. സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളുകൾ ഏകീകൃത മാനദണ്ഡങ്ങളോടെയല്ല പ്രവർത്തിക്കുന്നത് എന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏകീകൃത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് പ്രീ സ്കൂളുകൾക്ക് അനുമതി നൽകുന്നത്. പുതിയ നിയമം കൊണ്ടുവരുന്നതോടെ പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും പ്രീ പ്രൈമറി സ്കൂളുകളിൽ പരിശോധന നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനാന്തരീക്ഷം എന്നിവ ഉറപ്പുവരുത്തുകയും ചെയ്യും. അടുത്ത അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സ് ആക്കുന്നതിനോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാലയ കാലയളവ് 2 വർഷത്തിൽ നിന്നും 3 വർഷമാക്കി ഉയർത്തുകയും ചെയ്യും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതും. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.